സ്റ്റോക്ക് മാർക്കറ്റ് സീക്രട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നിഫ്റ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. നിഫ്റ്റിയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഏർണിംഗ്സ് ഗ്രോത്ത് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ മറ്റൊരു ഘടകമാണ് എക്കണോമിക് ഗ്രോത്ത്, നമ്മുടെ സാമ്പത്തിക വളർച്ച. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നിഫ്റ്റി ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും, ഇതൊക്കെ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ മാത്രം മനസ്സിലാക്കിയാൽ പോരെ, അല്ലാതെ ഇൻട്രാഡേ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവരോ ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ട്രേഡിനെ ഇതൊക്കെ ബാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആയിക്കോട്ടെ, നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസ്, നിങ്ങൾ അടിത്തറയില്ലാതെ നിങ്ങൾക്ക് ഒരു തരത്തിലും സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ കഴിയില്ല. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ ഓരോ നിമിഷം നിങ്ങളൊരു ട്രേഡ് എടുക്കുമ്പം പോലും ഈ ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡറായി മാറാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ പോകുന്നത് എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ് നിഫ്റ്റിയുടെ മൂവ്മെന്റ്സിനെ സ്വാധീനിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, രാജ്യത്തിന്റെ അഭിവൃദ്ധിയുടെ നട്ടിൽ എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ആണ്, അല്ലേ? സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതിനനുസരിച്ചാണ് നമ്മുടെ രാജ്യം അഭിവൃദ്ധിയിലേക്ക് പോകുന്നത്. ഇത് തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ മൂവ്മെന്റ്സിനെ സ്വാധീനിക്കും. നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ആളുകളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരും. അതുപോലെ തന്നെ കമ്പനികളുടെ വളർച്ച, ഏർണിംഗ്സ് ഗ്രോത്ത് ഉണ്ടാക്കും. അങ്ങനെ നമ്മുടെ രാജ്യം സാമ്പത്തിക വളർച്ചയിലേക്ക് പോകുമ്പോൾ അവിടെ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നതിനനുസരിച്ച് കമ്പനികളുടെ പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡ് കൂടും. അത് ഏർണിംഗ്സ് ഗ്രോത്ത് വർദ്ധിപ്പിക്കും. അതിനനുസരിച്ച് നിഫ്റ്റി മുകളിലേക്ക് പോകും. അങ്ങനെ പലതരത്തിൽ സാമ്പത്തിക വളർച്ച നിഫ്റ്റിയുടെ മൂവ്മെന്റ്സിനെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് വളരണമെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ബിസിനസ്സുകളുടെ ഭാഗത്തു നിന്നും ഇൻഡിവിജ്വൽസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. ഈ മൂന്ന് ഘടകങ്ങളും ഒരേപോലെ പ്രവർത്തിക്കുന്ന സമയത്താണ് നമ്മുടെ രാജ്യം സാമ്പത്തിക വളർച്ചയിലേക്ക് പോകുന്നത്. ഗവൺമെന്റ് എടുക്കുന്ന പല തീരുമാനങ്ങളും നയങ്ങളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ കൃത്യമായി സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബിസിനസ്സസ്, കമ്പനികളുടെ വളർച്ച, രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുടെ വളർച്ച നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസ്, മാക്സിമം കോൺട്രിബ്യൂഷൻ ഇൻഡിവിജ്വൽസിന്റെ ഭാഗത്തു നിന്നും കൂടെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ വളർച്ചയിലേക്ക് പോകുന്നത്. ഇത് തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ മൂവ്മെന്റ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതിനനുസരിച്ച് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ജനങ്ങൾക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ രാജ്യത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും പ്രോസ്പെരിറ്റി നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധി വർദ്ധിക്കും. അതേപോലെ തന്നെ ഹയർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ്, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യും. ഇനി നമുക്ക് നോക്കാനുള്ളത് കീ ഡ്രൈവേഴ്സ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ഏതൊക്കെ ഘടകങ്ങളാണ് നമ്മുടെ സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നത് നോക്കാം. ഹൈ GDP ഗ്രോത്ത്, അതേപോലെ തന്നെ ലോ ഇൻഫ്ലേഷൻ, ഹൈ കൺസ്യൂമർ സ്പെൻഡിങ്, ലോ അൺഎംപ്ലോയ്മെന്റ്. ഇതൊക്കെ വളരെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഘടകങ്ങളാണ്. ഇതൊക്കെ വളരെ ഡീപ്പായിട്ട് പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത് വല്ലാതെ കൂടി പോകും. നമുക്ക് ആവശ്യമായ രീതിയിൽ മാത്രം മനസ്സിലാക്കി പോവാം. ഇത് പരസ്പര പൂരകങ്ങളാണ്, നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ലൈവായിട്ട് നമുക്ക് ഇതിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ്, മാർക്കറ്റിൽ എങ്ങനത്തോളം സ്വാധീനിക്കുന്നു, ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പോവാം. GDP ഗ്രോത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രം നമുക്കൊരു വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, ഇതിനൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിനെ നമുക്ക് ഓരോ വീഡിയോ തന്നെ ചെയ്യാനുണ്ട്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് GDP ഗ്രോത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഉയർന്ന GDP ഗ്രോത്തുള്ള രാജ്യങ്ങളിലാണ് കൂടുതൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകുക നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമുക്കൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത് സിംഗപ്പൂർ, അല്ലേ? സിംഗപ്പൂരിൽ ഹയർ ലെവലിൽ എപ്പോഴും മെയിൻറ്റെയിൻ അതുകൊണ്ടാണ് സിംഗപ്പൂരിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള ജീവിത സാഹചര്യം ഉണ്ടാകുന്നത്. രണ്ടാമത് ലോ ഇൻഫ്ലേഷൻ, കുറഞ്ഞ വില വർധന. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വില വർധനവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ക്രമാതീതമായി നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വില വർദ്ധിക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ സ്വാധീനിക്കും. ഹൈ കൺസ്യൂമർ സ്പെൻഡിങ്, ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടി ആളുകൾക്ക് കൂടുതൽ പണം ചെലവഴിക്കാനും കൂടുതൽ ബൈയിങ് പവർ ഉണ്ടാകുന്നതിനെയാണ് ഹൈ കൺസ്യൂമർ സ്പെൻഡിങ് എന്ന് പറയുന്നത്. ആളുകളുടെ ബൈയിങ് പവർ കൂടുന്നതിനനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഡിമാൻഡ് കൂടും. അതിനനുസരിച്ച് ഏർണിംഗ്സ് ഗ്രോത്ത് ഉണ്ടാകും. ഇത് നമ്മുടെ രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി കൂടും. രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ GDP ഗ്രോത്ത് വർദ്ധിക്കും. നമ്മുടെ GDP ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ച് രാജ്യം സാമ്പത്തിക വളർച്ചയിലേക്ക് പോകും. ഇനി മറ്റൊരു ഘടകമാണ് ലോ അൺഎംപ്ലോയ്മെന്റ്. രാജ്യത്തുള്ള ജനങ്ങളുടെ തൊഴിലില്ലായ്മ കുറയുക. തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടണമെങ്കിൽ അതിനുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് എടുക്കുന്നുണ്ടാവണം. അതേപോലെ തന്നെ കമ്പനികളുടെ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണം. കമ്പനികൾക്ക് പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ടാവണം. ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഘടകങ്ങളാണ്. അങ്ങനെ രാജ്യത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ രാജ്യം അഭിവൃദ്ധിയിലേക്ക് പോകും. സാമ്പത്തിക ഉയർച്ച നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ രാജ്യത്ത് നല്ല രീതിയിലുള്ള സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ അതിന് ഗുണം മാത്രമല്ല, അതിന് ചില ദോഷങ്ങളുണ്ട്. ഞാൻ നേരത്തെ
നേരത്തെ പറഞ്ഞതുപോലെ ഇൻക്രീസ്ഡ് പ്രോസ്പെരിറ്റി ആൻഡ് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ജോബ് ക്രിയേഷൻ ഉണ്ടാവും, ഇംപ്രൂവ്ഡ് ഹെൽത്ത് കെയർ ഉണ്ടാവും, ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ. ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകുന്നതോട് കൂടി തന്നെ നമ്മുടെ രാജ്യത്ത് അസമത്വം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനീക്വാലിറ്റി ആൻഡ് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ഉപയോഗം ദൗർബല്യം ഉണ്ടാക്കും. പരിസ്ഥിതി മലിനീകരണം പോലെയുള്ള കാര്യങ്ങളുണ്ടാവും, റിസോഴ്സസ് കുറയും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മുടെ രാജ്യം നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് ഉയരാൻ തുടങ്ങുമ്പോൾ പലതരത്തിലുള്ള അസമത്വങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ബാലൻസ് ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അങ്ങനെ ഗവൺമെൻറ് കൃത്യമായ ഇടപെടലുകൾ നടത്തുമ്പോഴാണ് ഇത് ബാലൻസ് ചെയ്ത് പോകുന്നത്. നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക സ്ഥിരത ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഘടകങ്ങളൊക്കെ നിഫ്റ്റി ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞു. എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എക്കണോമിക് ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് മനസ്സിലായി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനിയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. വരുന്ന വീഡിയോയിൽ നിഫ്റ്റിയെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങളെ കുറിച്ച് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും. തൽക്കാലം മൈൻഡപ്പ് ചെയ്യാണ്. ബൈ.